പേവിഷ പ്രതിരോധം എന്ന വിഷയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇന്ന് അസംബ്ലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊരു പ്ലഡ്ജ് ഉണ്ട്, പിന്നെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്. കാരണം ഒരുപാട് നേരം നിങ്ങൾ നിർത്തി ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോ പേവിഷബാധ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഉണ്ടാവും. അതാണ് റേബീസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സംഗതി. അപ്പോ എങ്ങനെ വരുന്നതെന്നൊക്കെ അറിയാവോ? അറിയത്തില്ല. പട്ടി, പൂച്ച പോലുള്ള ജീവികളുടെ കടിയേറ്റാല് അല്ലെങ്കിൽ അവയുടെ മാന്തുകയോ പോറുകയോ ഒക്കെ ചെയ്താൽ, അവയുടെ നഖമൊക്കെ കൊണ്ട് പോറുകയോ ചെയ്താല്, അല്ലെങ്കിൽ ഇവൻ അവയൊന്ന് നക്കിയാലും മതി, അതുവഴി നമുക്ക് വരുന്ന ഒരു രോഗമാണ് റേബീസ് എന്ന് പറയുന്നത്. അപ്പോ വീടുകളിൽ എന്തുണ്ടാവാം? നിങ്ങളുടെ വീടുകളിലൊക്കെ പെറ്റ്സ് ഉണ്ടാവാം. പട്ടിയും പൂച്ചയൊക്കെ പെറ്റ്സ് ഉള്ളവരായിരിക്കാം മിക്ക വീടുകളിലും. അപ്പൊ അവയെല്ലാം കൃത്യമായിട്ട് ആ ജീവികൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അതൊരു കാര്യം. അതുപോലെ ഇവൻ വാക്സിൻ എടുത്ത ജീവികളാണെങ്കിൽ പോലും അവയിൽ നിന്നുള്ള നക്കലോ മാന്തലോ പോറലോ ഒക്കെ ഉണ്ടായാല് നമ്മൾ വാക്സിനേറ്റഡ് ആയിരിക്കണം. അപ്പോൾ 4 ഡോസ് വാക്സിൻ ഇതിനു വേണ്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മുകളിലോട്ടുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം, അതിൽ ഈ നക്കൽ എന്ന് പറയുന്നത് പോലും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു മുറിവിലാണ് ഈ ജീവികൾ ഏതെങ്കിലും നക്കുന്നത് എങ്കിൽ അതിലൂടെ നമുക്ക് ഈ റേബീസ് രോഗം വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് 100% മാരകവും എന്നാൽ 100% ചികിത്സയുമുള്ള, ചികിത്സ എടുത്താൽ 100% രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. എടുത്തില്ലെങ്കിൽ 100% മരണവും ഉറപ്പാണ്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ അസംബ്ലി എല്ലാ സ്കൂളുകളിലും എന്ന് വെച്ചാൽ പേവിഷബാധയേറ്റുള്ള മരണം കൂടി വരികയാണ്. വാക്സിൻ സുലഭമായി ലഭ്യമാകുന്ന സാഹചര്യത്തിൽ പോലും അശ്രദ്ധ കൊണ്ട് മരണം ഏറി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അസംബ്ലിയിൽ നിങ്ങൾക്കൊരു അവയർനെസ് നൽകുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈവൻ വീടുകളിൽ നിന്നുള്ള മൃഗങ്ങളുടെ ആയാലും അതല്ലാതെ ഇപ്പൊ തെരുവുകളിൽ ഉൾപ്പെടെ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴികളിൽ ഉൾപ്പെടെ ധാരാളം പട്ടിയും എല്ലാം ഉണ്ട്. അതായത് 95% നമുക്ക് പേവിഷബാധ ഏൽക്കുന്നത് പട്ടി ആയതുകൊണ്ടാണ് ആ പറയുന്നത്. പൂച്ചയൊക്കെ വീടുകളിലുണ്ടെങ്കിൽ അവയുടെ മാന്തൽ കൊണ്ട് പോലും പേവിഷബാധ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവയുമായിട്ട് സമ്പർക്കം വരികയാണെങ്കിൽ നിങ്ങൾ സ്കൂളിലാണ് ആദ്യം എത്തുന്നതെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് അത് പറയണം. വീടുകളിലാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളില്ലെങ്കിൽ മുതിർന്നവർ ആരോടെങ്കിലും ഈ ഒരു കാര്യം അറിയിച്ചിരിക്കണം. അപ്പോ അത് ആദ്യം ഈ പറയുന്ന സംഗതികൾ എന്തെങ്കിലും ഉണ്ടായാൽ, അതായത് നക്കലോ പോറലോ കടിയോ എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാവുന്നതാണ്. 15 മിനിറ്റോളം ടാപ്പ് വാട്ടറിൽ എന്ന് പറയും, എന്നാലും ഒഴുകുന്ന വെള്ളത്തിൽ, ഇപ്പൊ നമുക്ക് പൈപ്പ് ലഭ്യമല്ല എങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒരു കുപ്പിയിൽ ഇച്ചിരി വെള്ളം എടുത്തേച്ച് 15 മിനിറ്റോളം നേരം ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. നമ്മൾ തന്നെ കഴുകുകയാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റൊരാളാണ് അത് കഴുകുന്നതെങ്കിൽ ആ കഴുകുന്ന ആളൊരു ഗ്ലൗസ് ധരിച്ചിരിക്കാൻ ഓർമ്മിക്കണം. കാരണം ആ കയ്യിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ അവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ, ഇപ്പൊ നമുക്കിവിടെ അടുത്താണെങ്കിൽ, നിങ്ങൾ ഇവിടെ ഈ പഞ്ചായത്തിലുള്ളവരാണെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് വർക്കല താലൂക്ക് ആശുപത്രി ഉണ്ട്. വാക്സിനേഷൻ ലഭ്യമാകുന്നത് 4 ഡോസ് വാക്സിനാണ്. ആദ്യത്തെ ദിവസം, പിന്നെ 3ാമത്തെ ദിവസം, പിന്നെ 7ാമത്തെ ദിവസം, പിന്നെ 28ാമത്തെ ദിവസം, ഇങ്ങനെ 4 ഡോസ് വാക്സിനുണ്ട്. ഈ 4 ഡോസ് വാക്സിനും എടുത്തിരിക്കണം. ഇത്രയുമാണ് പ്രാഥമികമായി പറയാനുള്ളത്. പറയാൻ തുടങ്ങിയാൽ ഒരു അരമണിക്കൂറിലേറെ നിങ്ങളോട് പറയാനുണ്ടാവും. അത്രയൊന്നും പോകുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. നമുക്കൊരു പ്ലഡ്ജ് ഉണ്ട്, അതുകൂടി ഒന്ന് ചൊല്ലിയേച്ച്. 100% മരണകാരണമായ ഒരു വൈറസ് രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ യഥാസമയത്തുള്ള പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവയ്പും ആവശ്യമായ മറ്റു ചികിത്സകളും കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കാനാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രോഗബാധിതരായ പട്ടി, പൂച്ച, കുരങ്ങൻ, വവ്വാൽ, വന്യമൃഗങ്ങൾ തുടങ്ങിയവയുടെ സ്രവങ്ങളിലൂടെ രോഗാണു പകരുന്നതിനാൽ ഇവയുടെ നക്കൽ, മാന്തൽ, പോറൽ, കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും. അപ്പോൾ തന്നെ സോപ്പ് ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റെങ്കിലും കഴുകിയതിനു ശേഷം
ശേഷം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തി പ്രതിരോധ കുത്തിവയ്പും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റു ചികിത്സകളും സ്വീകരിക്കും. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് വളർത്തുമൃഗങ്ങൾക്ക് യഥാസമയം നൽകുവാൻ രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കും. ഈ അറിവുകൾ മാതാപിതാക്കളോടും കൂട്ടുകാരോടും ഞാൻ പങ്കുവയ്ക്കുമെന്നും പേവിഷബാധ മരണമില്ലാത്ത ഒരു ലോകത്തിനായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു.